ചെയ്യും. ആദ്യം ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, എടുത്തു പറയേണ്ടത് ഈ ഷോ ഇത് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്നലെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തര ധനസഹായം അനുവദിക്കുക ക്യാമ്പുകളിലുള്ളവർക്ക് എന്നുള്ള കാര്യമായിരുന്നു. ബാദുഷ അടക്കമുള്ളവർ പറഞ്ഞത് അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണെന്ന് താങ്കൾ അടക്കം കേട്ടതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ഏതായാലും വന്നിരിക്കുന്നു. അടിയന്തര ധനസഹായം അനുവദിക്കുക, മാറി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 300 രൂപ ഒരാൾക്ക് നൽകുക 30 ദിവസത്തേക്ക്. അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്ക് 10,000 രൂപ ധനസഹായം അനുവദിക്കാനും തീരുമാനമായിരിക്കുന്നു. വലിയ രീതിയിൽ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും പ്രയോറിറ്റിയിൽ വന്ന കാര്യം കൂടെ അതായിരുന്നു, ആ ടോക്കൺ മണി എന്ന് സാറ് പറഞ്ഞ കാര്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ്, നമ്മൾ ഈ വികസനത്തിലൊരു കാര്യം ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾക്ക് നമ്മളൊരു എൻട്രൻസ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. പുതിയൊരു സ്ഥലത്ത് വികസനത്തിൽ ചെല്ലുമ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ അവർക്കൊരു വിശ്വാസം വരാനാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വികസന പരിപാടി നടത്തിയിട്ടാണ് ആളുകളെ വിശ്വാസത്തിലെടുക്കുന്നത്. ഇവിടെയും ഒരു എഗ്രിമെൻറ്റ് വേണം. എഗ്രിമെൻറ്റ് ആരുമായിട്ടാണ്? ഗവൺമെൻറ്റും ഇത് സർവ്വതും നഷ്ടപ്പെട്ടവരും തമ്മിലൊരു എഗ്രിമെൻറ്റ് വേണം. ഗവൺമെൻറ്റുമായിട്ടാണ്, ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, അത് വേറെ. പക്ഷേ ഗവൺമെൻറ്റുമായിട്ടൊരു എഗ്രിമെൻറ്റ് വേണം. എന്താണ് എഗ്രിമെൻറ്റ്? ഇൻഫോർമൽ എഗ്രിമെൻ്റ് ആണ്. അല്ല, ഞാൻ പത്രത്തിൽ എഴുതിയ എഗ്രിമെൻ്റ് അല്ല, ഇൻഫോർമൽ എഗ്രിമെൻ്റ് ആണ്. ഞങ്ങൾക്കെല്ലാം നഷ്ടമായെങ്കിലും നമ്മളെ സഹായിക്കും. അതിന് പഞ്ചായത്തിൻ്റെ ആളുകളുണ്ട്, ഗവൺമെൻറ് മീൻസ് പഞ്ചായത്തുണ്ട്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റുണ്ട്, എല്ലാവരും ഉണ്ടെന്നൊരു തോന്നൽ അവർക്കുണ്ടാവണം. അത് ഉണ്ടാക്കുന്നതിനുള്ള പ്രൊവിഷൻസാണ് ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും 300 രൂപയാണ് ഒരു ദിവസമെങ്കിലും 30 ദിവസത്തേക്ക് അവരെ കയ്യിൽ കിട്ടുമ്പോൾ ചെറിയ പൈസ ആയല്ലോ. അത് അവർ സേവ് ചെയ്ത് വെച്ചോട്ടെ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആവശ്യത്തിന് ചിലവാക്കട്ടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ് ഉള്ളവർ കാണുമല്ലോ. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇത് കൊടുത്തത് വളരെ നല്ല തീരുമാനമാണ്. നമുക്കൊരു ഗുണം കാണുന്നത് നമ്മൾ ഈ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളെ, പോസിറ്റീവ് കാര്യങ്ങളെ ഗവൺമെൻറ് എടുത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ലോക്കൽ എക്കണോമി കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യം. അതിനകത്തൊരു ചെറിയ പ്രശ്നം വന്നത് ഇന്നലെ ഹരീഷ് വാസുദേവൻ പറഞ്ഞപ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ സമയം കിട്ടായിരുന്നു. ഈ കളക്ഷൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ആളുകളെ നിന്ന്, വ്യാപാരി വ്യവസായികളിൽ നിന്നായിരിക്കും കൂടുതൽ, അതായത് സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ പെട്ടെന്ന് പോയി പിരിക്കാൻ പറ്റും. പിരിച്ചാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് പൈസ എടുത്ത് കൊടുക്കുന്നതിന് അവർ ചിലപ്പോൾ 1 കിലോ അരി, 2 കിലോ അരി, അല്ല 5 കിലോ അരി, അവർ അവിടെ ഇരിക്കുന്ന അല്ലെ മുളക്, മഞ്ഞൾ, അവിടെ ഇരിക്കുന്ന സാധനം. ഇപ്പോൾ കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഫാൻസിയിലായിരിക്കും ചോദിക്കുന്നത്. അവർ 500 രൂപ കൊടുക്കുന്നതിന് വേറെ 500 രൂപയുടെ കളിപ്പാട്ടമായിരിക്കും എടുത്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തിരിച്ച് വേറൊരു കാര്യം ചെയ്യാമായിരുന്നു. അത് അവിടുത്തെ ഈ പണമായി അതിനെ വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ കുറച്ചുകൂടി മാറിയ ഒരു സ്ഥലത്ത് ഇത് കളക്ട് ചെയ്യുകയും അത് പണമാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നറിയാമോ? ഒരുപാട് വേസ്റ്റേജ് വരുന്നുണ്ട്. അവിടെ വന്ന സാധനങ്ങൾ ഡംപ് ചെയ്തിട്ട് വേസ്റ്റേജ് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൂടി ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഇനി എന്താണ് സീരിയസ് ആയിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ സംഭവിച്ചു, ഓക്കെ. അടുത്തത് വരുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മെറ്റീരിയൽ എല്ലാം അങ്ങോട്ട് പോകേണ്ടത്, കുറേ പണവും കുറച്ച് മെറ്റീരിയൽ പോകണം. ആളുകൾക്ക് മെറ്റീരിയൽ കുറച്ച് വേണം, ബാക്കി പണത്തിൻ്റെ രൂപത്തിൽ ചെല്ലണം. പിന്നെ ലോക്കലായിട്ടുള്ള ഇപ്പോൾ അവിടെയുള്ള കടകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവർക്കുള്ള ബിസിനസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ഇപ്പോൾ 3 വാർഡല്ലേ പോയിട്ടുള്ളൂ, തൊട്ടടുത്ത വാർഡുകളിൽ നിന്നൊക്കെയുള്ള ആളുകളിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് സപ്പോർട്ടാവുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ചുകൂടി ഭാവിയിൽ കുറച്ചുകൂടി ഒരു നല്ല പ്ലാനിങ് നമുക്ക് നടത്താൻ പറ്റിയാൽ ഇതൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ 1 by 1 ആയിട്ട് എടുക്കുമായിരിക്കും ഗവൺമെൻറ്റും ഇതിനകത്ത്. തീർച്ചയായിട്ടും